Hey guys, welcome back to Solo Vlogs. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടിഫുൾ കൊച്ചിയിലെ ഡെക്കാത്തലോണിലാണ് കേട്ടോ. അപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് പറയാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2-3 ദിവസം മുന്നേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മൾ ഡെക്കാർ പോകുന്നതിന്റെ കാര്യമായിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞാൽ 11-ാം തീയതിയാണ്. അപ്പോൾ നാളെയാണ് നമ്മൾ ഡെക്കാറിന് പോകുന്നത് കേട്ടോ. ആ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ചെറിയ കുറച്ച് പർച്ചേസും കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഡെക്കാത്തലോണിൽ വന്നാണ് നമ്മുടെ റാലിയുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ റാലി ഇരിക്കുന്നുണ്ട്. അപ്പം എന്താ പറയാ, ഭയങ്കര ആഗ്രഹമായിരുന്നു ഡെക്കാർ കാണണമെന്നുള്ളത്. എന്താ പറയാ, അങ്ങനെ ഫൈനലി അത് സംഭവിക്കാൻ പോവാണ്. അപ്പൊ നാളെ മോർണിംഗ് നമ്മൾ എന്താ പറയാ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് ഡെക്കാർ കാണാനായിട്ട് പോവുക. നേരെ നമ്മൾ ബഹ്റിനിൽ പോകും. ബഹ്റിനിൽ നിന്ന് പിന്നെ സൗദിയിലേക്ക് പോകും. പിന്നെ അവിടെ റാലി കാര്യങ്ങളൊക്കെ ഫുൾ മയം കേട്ടോ. അപ്പൊ നമ്മൾ ടവറൊക്കെ ബിൽഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ഒരു നമ്മുടെ എപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ് ഡെക്കാർ ഡെക്കാർ ഡെക്കാർ. അങ്ങനെ ഫൈനലി നമ്മുടെ എന്താ പറയാ റാലിയുടെ ഒരു ബിൽഡിന്റെ ഭാഗമായിട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് അത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം എന്താ പറയാ പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സർപ്രൈസും കാര്യങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല സൗദി ചെന്നിട്ട് നമ്മൾ കുറച്ച് ഗീവ് അവേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഫോളോ ചെയ്ത എല്ലാവരും നമ്മുടെ പേജ് കാണാനായിട്ടും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി സ്റ്റോറീസും കാര്യങ്ങളും വരുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട. അവിടെയൊക്കെ അതിനോട് ചെറിയൊരു പർച്ചേസും കാര്യങ്ങൾ ലൈക്ക് ഒന്നുമില്ല, കുറച്ച് 1-2 സാധനങ്ങളൊക്കെ എടുക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ റാലി ഇങ്ങനെ പുറകിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് കിടക്കാണ്. അപ്പോൾ അതിന് മുന്നേ ഡെക്കാതിൽ പോകണം. പിന്നെ എന്താ പറയാ സർപ്രൈസ് എന്താണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയാം. ഇപ്പൊ ഞാനും അജീപ്പൻ അതുപോലെ തന്നെ അജു നമ്മളെല്ലാം കൂടെയാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങളെ പതുക്കെ ഇതിന്റെ അകത്തേക്ക് കയറാം. അയച്ചേ എന്താണ് ഡെക്കാറാണ് അജീഷ് കൊണ്ടാത്തൊരു വിഷമം ഉണ്ടോടാ? പറയാ നമ്മൾ പാവം അജീഷ് മിസ് ചെയ്യും ഗൈസ്. അജു റേസിന്റെ ക്യാപ്പൊക്കെ വെച്ച് വൺ ലുക്കിലൊക്കെ വന്നിട്ടുണ്ട്. സാധാരണ അജുവിന്റെ ലുക്ക് ഉണ്ടോ? സാധാരണ നിക്കറിട്ട് വരുന്ന അജുവാണ്. ഇന്ന് ഫുൾ സെറ്റപ്പില് മാരക ലുക്കിലേക്കാണ് ഇവിടെ വന്നേക്കുന്നത്. പിന്നെ നമ്മളൊരു ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ അജുവിന്റെ യൂണിക്കോണിനെ പറ്റി. അജു പതുക്കെ ഒരു ടവറൊക്കെ സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഫെൻഡറും കാര്യങ്ങളൊക്കെ വെച്ചു, ഹാൻഡിൽ മാറാനുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അജുവിന്റെ യൂണിക്കോണാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് പോവാം, കയറാം, സാധനങ്ങൾ വാങ്ങിക്കാം. ഐഷ എന്താ വാങ്ങിക്കുന്നത്? 4 ഷഡ്ഡി, 2 സോക്സ്. ബില്ല് നീ തന്നെ കൊടുക്കണേ. ഒരു ഹൈഡ്രേഷൻ ബാഗ് ഉണ്ടായിരുന്നില്ലേ? ഹൈഡ്രേഷൻ ബാഗ് ഉണ്ടായിരുന്നില്ലേ ഞങ്ങളുടെ? ആ എടാ ജൂതടാ കളർ ബ്ലൂ വരുന്നുണ്ട്, ബ്ലാക്ക് അല്ല. അജു ഫൈനലി ഹൈഡ്രേഷൻ ബാഗ് എടുത്തിരിക്കുകയാണ് കേട്ടോ. അജു ഫുൾ വേറെ ലെവലിലേക്കാണ് കളികൾ വന്നുകൊണ്ടിരിക്കുന്നത്. വേറൊരു സർപ്രൈസ് ഐറ്റം കൂടെ വരുന്നുണ്ട്. ഞെട്ടും. അജു എന്താണ് അവസ്ഥ? അങ്ങനെ നമ്മുടെ ഓരോ ആൾക്കാരായിട്ട് ഫുൾ സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ട്, ഫുൾ സെറ്റപ്പിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. ഹൈഡ്രേഷൻ ബാഗ് ടു അജു. അതിന് ഏതാ ഫൈനലി 2 കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ വന്നിരിക്കുകയാണ്. മണലാരങ്ങളിലേക്ക് പോകുമ്പോൾ കണ്ണിന് കുളിർമ, മനസ്സിന് എളിമ കാത്തു. വീണ്ടും പുതിയ ഐറ്റംസ് ഒക്കെ ആയിട്ട് ഇറങ്ങിയ കണ്ടത് ഡെക്കാത്തിലൂടെ വായിക്കുക തോന്നുന്നു. അജു നമ്മുടെ സംഭവമൊക്കെ അജു ബില്ലിയാന്ന് പറഞ്ഞ കേട്ടോ. സ്പോൺസർഡ് ബൈ അജു. അതല്ലേ പറഞ്ഞേ നമ്മളെന്ന് പറഞ്ഞു പൊട്ടാ. നമ്മള് മാറ്റാൻ പറഞ്ഞേ. അപ്പൊ തന്നെ പോണതിന്റെ ഭാഗമായിട്ട് അവിടെ അജു സാധനമൊക്കെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അജു ബില്ലടിക്കില്ലടാ? കുറച്ചുകൂടെ സാധനം എടുക്കായിരുന്നു അജു ബില്ലടയ്ക്കുന്ന അറിഞ്ഞായിരുന്നെങ്കിൽ. അജുവിന്റെ കാർഡ് ഒരച്ചൊരച്ച് തീർന്നു. പരീക്ഷിക്കണ്ട ഇവിടെ വരയ്ക്കണോ?
ഒന്ന് പോടാവുന്നു നിന്നൊക്കെ തീറ്റിപ്പോറ്റി മടുത്ത് ഞാൻ. പൊതുവെ വലിയ കൊടുക്കല് എടുത്ത് വലിയെടുത്ത് സാധനം നോക്കി വരുന്നില്ല. It's the secret of my energy. അജു പറയാ കഞ്ഞിവെള്ളത്തിന്റെ ടേസ്റ്റ് ആണ്. ഇവിടെ വെക്കണ്ടല്ലേ, അവിടെ വെക്കാം, അവിടെ വെക്കാം. സോളോ വ്ലോഗ്സിന്റെ പുറത്തേക്ക് കിട്ടാൻ ഡെക്കാത്തലോൺ ഫ്രീ പ്രൊമോഷൻ. നമ്മളങ്ങനെ ഫൈനലി നമ്മൾ ഡെക്കാത്തലോണിലെ സാധനങ്ങളൊക്കെ എടുത്ത് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടോ. വലിയ ഷോപ്പിംഗ് ഒന്നും അല്ല, ഏകദേശം ഒരു ചെറിയ ഷോപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എന്താ പറയാ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഡക്കാറിന് പോകാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഒരു വലിയ ഡ്രീമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഏകദേശം ഒരു സ്റ്റേജ് ഏകദേശം ഒരു 5 സ്റ്റേജ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു സ്റ്റേജിലേക്കാണ് പോകുന്നത്. അപ്പം സോഫാർ നമ്മുടെ ഹീറോന്റെ റോസ് ബ്രാഞ്ച് ആണ് ബൈക്കേഴ്സിന്റെ ലീഡ് ചെയ്യുന്നത്. സോ അതൊക്കെ ഭയങ്കര ഹാപ്പി ന്യൂസ് ആണ്. പിന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോയ ആശിഷ് ഒരു ആക്സിഡന്റ് ഇടയിൽ ഷോൾഡർ ബോൺ ബ്രേക്ക് ആയി ആള് വിഡ്രോ ചെയ്തു. അങ്ങനെ തന്നെ മീൻസ് ഫസ്റ്റ് 1-2 റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ കുറെ ആൾക്കാർ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മത്സരത്തിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. സോ അത്രയധികം ടഫായിട്ടുള്ള ഒരു റേസ് ആണ് കേട്ടോ. സോ ഐ എം റിയലി എക്സൈറ്റഡ്. ഒരു രക്ഷയില്ല. പിന്നെ സൗദിയിൽ ഭയങ്കര തണുപ്പാന്നൊക്കെയാണ് പറഞ്ഞത്. സോ അവിടെയുള്ള കുറച്ച് പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്വെറ്റേഴ്സ് ഒക്കെ എടുക്കാനായിട്ട്. സോ അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ പറഞ്ഞാൽ മലയാളികളുടെ ഹാരിനോവ ഇപ്പോൾ ഓൾറെഡി ഇന്നാണ്, പുള്ളി ഓൾറെഡി റേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ടോബി പ്രിൻസ് ഉണ്ട് KTM-ന്റെ. പിന്നെ എന്ന് വെച്ചാൽ സ്കൈലർ എന്ന് പറഞ്ഞ ഒരാള് ഇന്നലെ ഹോണ്ടയുടെ സ്കൈലർ ഇന്നലെ പുള്ളിയുടെ വണ്ടിക്ക് മെക്കാനിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് റേസിന് എക്സിറ്റ് ആയി. സോ അതൊരു സാഡ് ന്യൂസ് ആണ്. പുള്ളിക്കാരനെ അത് കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കെവിൻ ബെനവിറ്റ്സ് ഉണ്ട്, എന്താ പറയാ ഹസ്കറിനയുടെ. അപ്പം എല്ലാവരും ഉണ്ട് ശരിക്കും പറഞ്ഞു. ഇവരൊക്കെ നേരിട്ട് കാണാമെന്നുള്ളൊരു ആഗ്രഹം സാമ്പത്തികം ഇല്ലയോന്ന് അറിയത്തില്ല, ബട്ട് സ്റ്റിൽ ട്രൈ ചെയ്യും. അവരെയൊക്കെ കാണാനും അടുത്തൊന്ന് സംസാരിക്കാനും നമ്മുടെ റാലിയുടെ ഫോട്ടോ അവരെയൊക്കെ കാണിക്കണം എന്നൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, ഭയങ്കര ഹാപ്പിയാണെന്ന് പറയാം. ഭയങ്കര ഹാപ്പി എന്നല്ല, ഭയങ്കര അധികം എക്സൈറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഈ പോകുന്നതിന്റെ ഭാഗമായിട്ട്. പിന്നെ നമ്മൾ എവിടെ പോയാലും ഇപ്പോൾ റാലി കുറച്ച് ദിവസമായി പുറത്തെടുത്തിട്ടോ. അപ്പോൾ എന്തായാലും ഡക്കാറിന് പോകുന്നത് വെച്ചാൽ നമ്മുടെ റാലിയുടെ ടവർ ബേസ് ചെയ്തിട്ടാണ്. സോ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഗൈസ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ കുറേ പേരൊക്കെ എന്താ പറയുക ഡക്കാർ പോകുന്ന കാര്യത്തൊക്കെ എൻക്വയറി ഒക്കെ അയച്ചായിരുന്നു. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മുടെ സ്റ്റോറീസിലൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരു ഫുൾ ഡേ വ്ലോഗ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു മലയാളി പറഞ്ഞ പോലെ ഡക്കാറിന് കാണാൻ പോകുന്നതെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സോ അതിലൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കരധികം പ്രൗഡ്ഫുൾ ആണ് കേട്ടോ. ഭയങ്കരധികം പ്രൗഡാണ്. ഓസ്ട്രേലിയ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു KTM-ന്റെ കൂടെ. സോ ഇപ്പോൾ ഹീറോന്റെ കൂടെ ഡക്കാർ കാണാനായിട്ട് സൗദി പോകാൻ പറ്റുന്നു. എല്ലാം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. സോ എന്താ പറയുക, അതിനൊക്കെ ഒരു ബിഗ് താങ്ക്സ്. അങ്ങനെ എനിവേ ഫൈനലി ഞാനും അങ്ങനെ പോവാണ് ഡക്കാർ കാണാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 7:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എയർപോർട്ടിൽ പോകണം, വന്നിട്ടാണ് പോവുക. അപ്പോൾ എയർപോർട്ടിലുള്ള ഒരു അടുത്തൊരു എപ്പിസോഡായിട്ട് ഇടുന്നതായിരിക്കും. അവിടെ ചെല്ലുന്നു, സൗദി ചെല്ലുന്നു, വീഡിയോ കാണുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ അപ്പം എന്താ പറയുക, അപ്പോൾ ഇതൊരു സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഡക്കാർ വിശേഷങ്ങളായിട്ടുള്ള ഒരു പുതിയ വ്ലോഗ് ഉടനടി വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.